സഹോദരങ്ങളെ, എൻ്റെ പേര് സുലൈമാൻ സേഠ്. ഞാൻ ഒരു കച്ചി മേമൻ സമുദായ അംഗമാണ്. അതേപോലെ കച്ചി മേമൻ സമുദായം അംഗമാണ് ഷംഷാദ് എന്ന് പറയുന്ന ഒരു സഹോദരി. അവർ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് മുഹമ്മദ് സിദ്ദീഖ് സേഠ് അദ്ദേഹം സ്വത്ത് നേടിയെടുത്തിട്ടുള്ളത് അത് ചതിയിലും വഞ്ചനയിലുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പ്രത്യേകിച്ച് സംഗീത ചാനലുകളുമായിട്ട് അഭിമുഖം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് കച്ചിമേമൻ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് എൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും സുഹൃത്തുക്കളും എന്നൊക്കെ ആയിട്ട് ഒരുപാട് അനുമോദനങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. അവരൊക്കെ ഫോണിൽ വിളിച്ചിട്ടും അതേപോലെ തന്നെ വാട്സാപ്പ് സന്ദേശങ്ങളായിട്ടും എന്നോട് പറയുകയുണ്ടായിരുന്നു. അതിലൊരു വ്യക്തി എന്നോട് പറഞ്ഞത്, ഹാസോത്തിയോ ഒൻകായസോക്കടെ ഹഡ്ഡി വധാരക്കർ, നന്നായി, അവൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലാണ് എന്ന് പറയുകയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടിന് തേങ്ങ ഇടുന്ന പോലെ അബ്ദുൽ സത്താർ ഹാജി മൂസ, അബ്ദുൽ സത്താർ ഹാജി മൂസ എന്ന് പറഞ്ഞുകൊണ്ട് ഊറ്റം കൊള്ളുന്നുണ്ട്. ഈ ഊറ്റം കൊള്ളുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു തലമൂത്ത വ്യക്തി എന്നോട് ഫോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തെന്നാൽ, ഈ ആയസെ അബ്ദുൽ സത്താർ ഹാജി മൂസ ജോ ഹൂനായ, ഈ ആയസെ ബി ഓക്കടോ ബേമാൻ അബ്ദുൽ സത്താർ ജോ ഹൂൻ ആയസേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഥാനായകൻ അബ്ദുൽ സത്താർ ഹാജി മൂസ എന്ന് പറയുന്ന വ്യക്തിയുടെ രക്തത്തിലല്ല ഈ ഷംഷാദ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഷംഷാദ് പറഞ്ഞിരിക്കുന്നത് വേറെ ഒരു അബ്ദുൽ സത്താർ, അതും പറഞ്ഞ ബേമാൻ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഈമാനില്ലാത്ത വേറൊരു അബ്ദുൽ സത്താർ സീലാട്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ രക്തത്തിലാണ് ഷംഷാദ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷംഷാദ് ഈ പറയുന്ന അബ്ദുൽ സത്താർ ഹാജി മൂസ, അബ്ദുൽ സത്താർ ഹാജി മൂസ എന്ന് പറയുന്ന ഊറ്റം കൊള്ളലുണ്ടല്ലോ, അതിന് ഒരു വിലയുമില്ല. ഇതാണ് ഇന്നലത്തെ എൻ്റെ ഫീഡ്ബാക്ക്. ഇനി എന്തുകൊണ്ടാണ് ഇവർക്ക് വിലയില്ല എന്ന് പറയാൻ കാരണം, ഇവരുടെ ആ ഹിസ്റ്ററി ഒന്ന് പറയാം. ഈ ഹിസ്റ്ററി പറയുന്നത് എനിക്ക് എൻ്റെ മനസ്സ് വളരെയധികം നടുങ്ങുകയാണ് ചെയ്യുന്നത്. നിവൃത്തിയില്ലാണ്ടാണ് പറയുന്നത്. കാരണം ഈ സ്ത്രീ വന്ന് കളവുകൾ പറയുമ്പോൾ അതിൻ്റെ വസ്തുത പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മരിച്ചു പോയിട്ടുള്ള പല ആളുകളെയും, ഈ പറഞ്ഞിട്ടുള്ള ഷംഷാദിൻ്റെ പിതാവിനെ കുറിച്ചും അവരുടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചും അവരുടെ സഹോദരനെ കുറിച്ചുമൊക്കെ സത്യങ്ങൾ തുറന്ന് പറയേണ്ടി വരും. അങ്ങനെ എൻ്റെ ഹൃദയം നടുങ്ങാനുള്ള കാരണം എന്താണ്? ഇത്തരത്തിൽ മരണപ്പെട്ടു പോയ വ്യക്തികളെ കുറിച്ചിട്ട് നമുക്ക് വിമർശിക്കാൻ അനുവാദമില്ല. അതിനെ വിരോധിച്ചിട്ടുണ്ട് അള്ളാഹ്. ഈ അള്ളാഹ് വിരോധിച്ചിരിക്കുന്നത് എവിടെയാണ്? സൂറ അൽ ബഖറ 2-ാമത്തെ സൂറത്തിലെ 134-ാമത്തെ വാചകത്തിൽ അള്ളാഹ് സുബ്ഹാനഹു വ തആല പറയുന്നത്, തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബത്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്, അത് കഴിഞ്ഞു പോയൊരു സമുദായമാണ്. ലഹാമാ കസബത്ത്, അവർ ചെയ്ത നന്മ, അവർ ചെയ്ത പ്രവൃത്തിക്ക് അവർക്ക്, നിങ്ങൾ ചെയ്ത പ്രവൃത്തി നിങ്ങൾക്ക്. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, നിങ്ങളോട് അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നതല്ല. അപ്പൊ അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് നമുക്ക് മുൻപുണ്ടായ സമുദായം അല്ലെങ്കിൽ നമുക്ക് മുമ്പ് മരണപ്പെട്ടു പോയവർ അവരെന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് നമുക്ക് വിശകലനം ചെയ്യാനും വിശദീകരിക്കാനും അവകാശമില്ല എന്ന് അള്ളാഹ് വിരോധിക്കുമ്പോൾ എനിക്കിവിടെ പറയേണ്ടി വരുന്നത് ഈ ഷംഷാദ് കാരണമാണ്. ഞാൻ ഭയപ്പെടുന്നു എൻ്റെ നന്മകൾ ഒരുപക്ഷെ അവരിലേക്ക് പോയെങ്കിലോ. പക്ഷെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സത്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. എനിക്ക് മാഫാക്കി തരാൻ അവനോട് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കച്ചി മേമൻ കമ്മ്യൂണിറ്റിയുടെ തലമൂത്ത മുതിർന്ന ഒരു വ്യക്തി എന്നോട് ഫോണിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, ഈ ആയസെ അബ്ദുൽ സത്താർ ഹാജി മൂസ ജഹൂനായ ഈ ഷംഷാദ് എന്ന് പറയുന്ന സ്ത്രീ അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ വ്യക്തമല്ല എന്ന് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഷംഷാദ് എന്ന് പറയുന്ന സ്ത്രീയുടെ പിതാവ് മുഹമ്മദ് ഹുസൈൻ്റെ പിതാവാണ് അബ്ദുൽ സത്താർ സീലാട്ട്. ഈ അബ്ദുൽ സത്താർ സീലാട്ടും അബ്ദുൽ സത്താർ ഹാജി മൂസയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ അബ്ദുൽ സത്താർ ഹാജി മൂസ വേറെ, ഈ അബ്ദുൽ സത്താർ വേറെ. ഈ പറഞ്ഞിട്ടുള്ള അബ്ദുൽ സത്താർ സീലാട്ടിൽ നിന്നാണ് ഷംഷാദിന്റെ പിതാവായിട്ടുള്ള ഹുസൈൻ സേട്ടും അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് കാസവും ജനിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അബ്ദുൽ സത്താർ സീലാട്ട് എന്ന് പറഞ്ഞ ബേമാൻ, ഈമാനില്ലാത്തവൻ എന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്തെന്നാൽ, അബ്ദുൽ സത്താർ സീലാട്ട് എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ഒരു വലിയ ധനാഢ്യനും ഒരുപാട് വലിയ ബിസിനസ്സുകളും ഒക്കെ ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹം ജനങ്ങളെ പറ്റിച്ചു, ജനങ്ങൾ ഇദ്ദേഹത്തെയും പറ്റിച്ചു. അങ്ങനെ മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തൊരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ വിരലിൽ കിടന്നിരുന്ന ഡയമണ്ടിന്റെ ഒരു മോതിരമുണ്ട്, അതിൽ ഡയമണ്ട് വിഴുങ്ങിയിട്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒരു ഈമാനുള്ള മനുഷ്യൻ, ഒരു മുസ്ലിമായിട്ടുള്ള മനുഷ്യൻ പ്രശ്നങ്ങളെ നേരിടും, ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു ബേമാനാണ് എന്ന്, ഈമാൻ ഇല്ലാത്തവനാണ് എന്ന് ഞങ്ങളുടെ കച്ചി മേമൻ സമൂഹം വിലയിരുത്തുന്നത്.
ആ ഈമാനില്ലാത്ത വ്യക്തിക്ക് ജനിച്ചിട്ടുള്ളതാണ് ഈ ഷംഷാദിന്റെ പിതാവും ഷംഷാദും. അപ്പോൾ ഇവരും ഈമാനില്ലാത്ത വ്യക്തികളാണ്. ആ ഈമാനില്ലാത്ത വ്യക്തികളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവരുടെ വേഷവിധാനത്തിലും സംസാരത്തിലുമൊക്കെ ഇസ്ലാമിനെ പുച്ഛമായി കാണുന്ന ഇവരിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇവർക്ക് ഈമാനില്ല എന്നുള്ളത്. എന്നാൽ അബ്ദുൽ സത്താർ ഹാജി മൂസ എന്ന് പറയുന്ന കഥാനായകൻ, അദ്ദേഹത്തിന് 6 പെൺമക്കളും അബ്ദുൽ കരീം എന്ന് പറയുന്ന ഒരു മകനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ, ആയിരക്കണക്കിന് ഏക്കർ സ്വത്തുക്കൾ ഇവർക്കൊക്കെ ഭാഗിച്ചു കൊടുത്തു. അവരിൽ നിന്ന് അവരുടെ സന്താനങ്ങളിലേക്ക് പോയി, അതിൽ നിന്ന് അടുത്ത സന്താനങ്ങളിലേക്ക് പോയി. 100 ചില്ലാനം സന്താന പരമ്പരകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു. കൊച്ചിയിലും തിരുവനന്തപുരത്തും മദ്രാസും ബാംഗ്ലൂരിലും ഒക്കെ ആയിട്ട്. ഇവർക്കൊക്കെ ചെറിയ രീതിയിലുള്ള ബിസിനസ് മുതൽ വമ്പൻ ബിസിനസ് വരെയുണ്ട്. ആരും തന്നെ ഒരിക്കലും സമൂഹ മധ്യത്തിൽ വന്നിട്ടില്ല, ഈ സ്ത്രീ ഒഴികെ. കാരണം എന്താണ്? ഈമാനില്ലാത്ത മനുഷ്യന്റെ ബ്ലഡ്. അതുകൊണ്ടാണ് അവരിങ്ങനെ വന്ന് സംസാരിക്കുന്നത്. അതാദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട്, ഈ വിയറ്റ്നാം കോളനി കണ്ടിട്ട് അതിന്റെ ബൂത്ത് സവാർ എന്ന് പറയും, അതിന്റെ പ്രേതബാധയാണ് ഇവർക്ക് ഏറ്റിരിക്കുന്നത്. ഇവരിപ്പോ ഇങ്ങനെ തിരക്കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ തിരക്കഥകളൊക്കെ ഇങ്ങനെ അന്ന് മുതൽ, ആ സിനിമ ഇറങ്ങിയത് മുതൽ ഇവർക്കൊരു സിനിമ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് ഇവർ കുറേ തിരക്കഥകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കണം. അല്ലേ ഷംസ്? അതൊന്ന് പറഞ്ഞേ. ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു അവിടെ ഇരുന്നിട്ട് ഈ സത്യങ്ങള് പുറത്തു പറയാൻ വേണ്ടി. കണ്ടല്ലോ, വീർപ്പ് മുട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവരാ ഉണ്ടാക്കിയിട്ടുള്ള തിരക്കഥ സോഷ്യൽ മീഡിയ മുമ്പിൽ നിന്ന് പോയി പറയുന്നുണ്ട്. അവർ പറയുന്നത് ആധാരത്തിന്റെ ഭാഗാധാരം മുതൽ സിനിമ ആരംഭിക്കുന്നു, മുഹമ്മദ് സിദ്ദീഖിന്റെ അവസാനിക്കുന്നു. നമുക്കൊന്ന് കേൾക്കാം. അതായത് ഭാഗാധാരത്തിൽ നിന്നിട്ട് തുടങ്ങിയാലേ ആ സിനിമ സ്റ്റാർട്ട് ആവുള്ളൂ. എന്നിട്ട് സിദ്ദീഖ് സേട്ടിന്റെ ആധാരത്തിൽ കൂടി അവസാനിപ്പിച്ചാലേ സിനിമ അവസാനിക്കുള്ളൂ. കേട്ടല്ലോ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സിനിമ ഉണ്ടാക്കാനുള്ള ആ ഒരു തത്രപ്പാടിൽ ഓരോ ദിവസവും ഓരോ തിരക്കഥ എഴുതും. എന്നിട്ട് ആ തിരക്കഥ മായ്ച്ചു കളയും, വേറെ തിരക്കഥ എഴുതും. ഞാൻ വെറുതെ പറയല്ല, ഞാൻ പറയുന്ന ഓരോന്നും നിങ്ങൾക്ക് ക്ലിപ്പ് സഹിതമാണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവരാദ്യം എന്താ പറഞ്ഞത്? ഇവരുടെ പിതാവ് ഹുസൈൻ സേഠ്, അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് കാസമിന്റെ ഭാര്യ ജിംബുബായിക്ക് ഒപ്പിടാനൊന്നും അറിയില്ല. അവരുടെ ഭർത്താവ് മുഹമ്മദ് കാസം ഇങ്ങനെ കറങ്ങാൻ വേണ്ടി പോകും. കുതിരപ്പന്തയത്തിൽ അഡിക്റ്റഡാണ്. ഉള്ള കാശൊക്കെ കൊണ്ടുപോയി കുതിരപ്പന്തയത്തിലിട്ട് മൂപ്പര് തറവാട് കുടുംബമാക്കിയ ആളാണ് അയാൾ. അപ്പോൾ ഈ മൂപ്പര് കറങ്ങാൻ പോയപ്പോൾ ജിംബുബായിന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വത്ത് അടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. ഇത്രയും നാള് കഥ പ്രചരിപ്പിച്ചിട്ട് അങ്ങനെയാണ്. ആ കഥ നമുക്കൊന്ന് വീണ്ടും കേൾക്കാം. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ബോറടിക്കില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കേൾക്കാം. അയാള് ശരിക്കും ബുദ്ധി കളിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ ഇയാള് ക്യാൻവാസ് ചെയ്തു. പെണ്ണുങ്ങൾക്ക് എഴുത്തും വായന അറിയാൻ പാടില്ല. മുഹമ്മദ് കാസം സേട്ടാണെങ്കിൽ ഇങ്ങനെ നടക്കണേണ്. ഇന്ന് ഒരു ദിവസം വീട്ടിലാണെങ്കിൽ 10 ദിവസം ഹോട്ടലിലായിരിക്കും. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി വലിയ വലിയ ആൾക്കാരായിട്ട് പരിചയവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുക. പണമുണ്ട് അത് കാരണം. അപ്പൊ എന്താണ്, ഇയാളാണല്ലോ ഇയാൾക്ക് പരിചയമുള്ളത് കാരണം ഇയാള് ആ സമയത്ത് ആ ഭാര്യനെ സ്വാധീനിച്ചിട്ട് വല്ല പ്രമാണം എനിക്ക് എഴുതിത്താ, എനിക്ക് അവിടെ കൊടുക്കാനുണ്ട് ഇവിടെ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ അവർക്ക് അറിയാൻ പാടില്ലാണ്ട് ഇനി അവര് തന്നെ ഒപ്പിട്ടാന്ന് എന്റെ ഓർമ്മയില് സാർ അവരങ്ങനെ ഒപ്പിടാൻ അറിയാൻ പാടില്ലാത്തൊരു സ്ത്രീയായിരുന്നു. കേട്ടല്ലോ. അപ്പോൾ ഇവിടെ ഷംഷാദിന്റെ തിരക്കഥ മുഹമ്മദ് സിദ്ദീഖ് എഴുത്തും വായനയും അറിയാത്ത ഈ ജിംബുബായിൽ നിന്ന് പോയി മേടിച്ചു. അവർക്ക് ഒപ്പിടാൻ പോലും അറിയില്ല. കേട്ടില്ല നിങ്ങൾ പറഞ്ഞത്? അപ്പോൾ ഞാൻ ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ ഷംഷാദിനോട് ചോദിച്ചു, എന്താ ഷംഷാദി പറയുന്നത്? ജിംബുബായിന്റെ തീറാധാരം മുഹമ്മദ് സിദ്ദീഖ് വാങ്ങിച്ചിട്ടുള്ളത് തീറാധാരത്തിൽ സാക്ഷി ഒപ്പിട്ടിരിക്കുന്നത് ജിംബുബായിന്റെ ഭർത്താവല്ലേ, മുഹമ്മദ് കാസമല്ലേ ഒപ്പിട്ടിരിക്കുന്നത്? അദ്ദേഹം അറിയാണ്ട് ഇങ്ങനെ ഭൂമി അടിച്ചെടുത്തെന്നൊക്കെ പറയാണോ? മുഹമ്മദ് സിദ്ദീഖിന് ഇദ്ദേഹമാണ് ഭാര്യ ജിംബുബായിയുടെ സ്വത്ത് വിൽക്കുന്നത്, തട്ടിയെടുത്തതല്ല. അതിന് തെളിവെന്തെന്നാൽ നിങ്ങൾ മുഹമ്മദ് സിദ്ദീഖിന്റെ ആധാരം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിംബുബായിൽ നിന്ന് മുഹമ്മദ് സിദ്ദീഖ് വാങ്ങിച്ചിട്ടുള്ള ആധാരത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്, സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്നത് ഈ ജിംബുബായിയുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് കാസം എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഷംഷാദ് എന്ന് പറയുന്ന സഹോദരി പറഞ്ഞിരിക്കുന്നത് കളവാണ് എന്ന് ചോദിച്ചപ്പോൾ ഇവരുടെ ഈ പെരുങ്കളവിനെ ഇവര്
തകിടം മറിച്ചു ഒരു പുതിയ തിരക്കഥയുമായി വന്നിട്ടുണ്ട്. ആ പുതിയ തിരക്കഥ നിങ്ങൾക്കൂടെ കേൾക്കാം. സിദ്ദീഖ് സേട്ടു നല്ല ബുദ്ധിയോടുകൂടി എന്റെ വാപ്പായുടെ സഹോദരനായ മുഹമ്മദ് കാസമിനെ ഇദ്ദേഹം ഒരു ഇതുപോലെയുള്ള ഒരു ആധാരം ജുംബുവായി അയാൾക്ക് തന്നെന്ന് പറഞ്ഞിട്ട് ഒരു ആധാരം ഉണ്ടാക്കിച്ചത്. അതാണ് 1123 ആ 1123 ആധാരത്തില് ജുംബുവായി അല്ല ഫസ്റ്റ് പേജുകളിലൊന്നും ഒപ്പിട്ടേക്കണത്. ലാസ്റ്റ് വന്നപ്പോഴാണ് വെറുതെ വന്നിട്ട് ജുംബുവായി ഒപ്പിട്ടേക്കണത്. അതിനു മുമ്പ് ഉള്ള കാര്യങ്ങളിലെല്ലാം ഒപ്പിട്ടേക്കണത് ഏജന്റായി നിന്ന ഭർത്താവായ മുഹമ്മദ് കാസം സേട്ടാണ്. കേട്ടല്ലോ, ഈ പറഞ്ഞിട്ടുള്ള തീരാധാരത്തിലെ എല്ലാ പേജുകളിലും ഒപ്പിട്ടിരിക്കുന്നത് ആരാണ്? ജിംബുവായിന്റെ ഭർത്താവ്. ആരാ പറയുന്നത്? ഷംഷാദ്. നേരത്തെ എന്താ പറഞ്ഞത്? ഒപ്പിടാൻ അറിയാത്ത ജിംബുവായിനെ പറ്റിച്ചു. ഇപ്പൊ എന്താ പറയുന്നത്? മുഹമ്മദ് കാസം വിറ്റു. എന്തിനു വിറ്റു? കുതിരപ്പന്തയത്തിൽ കാശ് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയുന്ന വേറൊരു രസകരമായ ഡയലോഗ് ഉണ്ട്. അത് വെറുതെ വന്നിട്ട് അങ്ങോട്ട് ജിംബുവായി ഒപ്പിട്ടു. ലാസ്റ്റ് വന്നപ്പോഴാണ് വെറുതെ വന്നിട്ട് ജുംബുവായി ഒപ്പിട്ടേക്കണത്. കേട്ടില്ലേ? ഇങ്ങനെ ഇത്തരം വിഡ്ഢിത്തരങ്ങൾ വിളമ്പുകയാണ് സ്ത്രീ ചെയ്യുന്നത്. വെറുതെ വന്നിട്ട് അങ്ങ് ഒപ്പിട്ട് പോയി. എന്താണ് സ്ത്രീ പറയുന്നത് തന്നെ ഇവർക്ക് തന്നെ അറിയില്ല. മനസ്സിലായിട്ടുണ്ടോ? ഇവർക്ക് ഈ സിനിമ ഉണ്ടാക്കാനുള്ള അതിന്റെ പ്രേതബാധ ഏറ്റുകഴിഞ്ഞപ്പോൾ സിനിമാ പ്രേതം കൊണ്ട് നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ പറയും. ആദ്യം പറഞ്ഞത് മുഹമ്മദ് സിദ്ദീഖ് പറ്റിച്ചു, രണ്ടാമത് പറഞ്ഞത് ഇത് കൊടുത്തു. ഇപ്പൊ പുതിയ തിരക്കഥ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പുതിയ തിരക്കഥ എന്തെന്നാൽ ആമിനാബായി നിലോളിച്ചിട്ട് ദേ ഈ വീട്ടിലേക്ക് കയറി വന്നു. നിലോളിച്ച് വീട്ടിലേക്ക് കയറി വന്നു എന്ന് പറയുന്നത് ആമിനാബായി ഇതാ വരുന്നു, എന്റെ സ്വത്തുക്കളൊക്കെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് സിദ്ദീഖ് എന്നെ പീഡിപ്പിക്കുന്നു, അതുകൊണ്ട് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ പിന്നാലെ വന്ന സിദ്ദീഖ് പറഞ്ഞു, ഞാൻ ഈ കുട്ടിയെ വിട്ടുതരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മുനമ്പത്തെ 404 ഏക്കർ സ്വത്ത് തരണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സ്വത്ത് വാങ്ങി എന്ന് പറഞ്ഞാണ് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത്. ആമിനാബായി ഉള്ളത് സിദ്ദീഖ് സേട്ടിന്റെ വീട്ടിലാണ് വളർന്നെങ്കിലും പിന്നീട് ഒരു സുപ്രഭാതത്തിൽ സിദ്ദീഖ് സേട്ടു ഈ സ്ത്രീയെ ഭയപ്പെടുത്തി, ഈ പെൺകുട്ടിയായ ആമിനായെ ഭയപ്പെടുത്തി. അവര് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ ഈ വീട്ടിലേക്കാണ് ഓടി വന്നത്. ഞങ്ങളുടെ ഈ വീട്ടിലേക്കാണ് ആമിന കയറി വന്നിട്ട് നിലവിളിച്ച് കയറിയത് ആമിന ഈ വീട്ടിലാണ്. എന്നെ രക്ഷയ്ക്ക് സിദ്ദീഖ് സേട്ടുവിൽ നിന്നിട്ട് എന്റെ സ്വത്തുക്കളും എല്ലാം അപഹരിക്കാൻ വേണ്ടി എന്നെ ദേഹോപദ്രവം ചെയ്യുന്നു, പല പ്രശ്നങ്ങളും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങളുടെ ഈ വീട്ടിലേക്കാണ് ഓടി വന്നത്. ഇവരിവിടെ വന്നു കഴിഞ്ഞപ്പോ അതായത് ഒരു കുട്ടിയെ രക്ഷിക്കണമല്ല, അയാളുടെ കയ്യിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കണമല്ല എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖ് സേട്ടു ഒരു കരാറ് വെച്ചു. ഇവരായിട്ട് കരാറ് വെച്ചു. ഇതിൽ തന്നെ കാണാൻ പറ്റും. കരാറ് വെച്ചിട്ട് സിദ്ദീഖ് സേട്ടു പറഞ്ഞു, ഈ സ്ഥലം എനിക്ക് വിലക്ക് തന്നെ. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പത്രം സഹോദരിയായ മൂസായുടെ മകളെ രക്ഷിക്കാൻ വേണ്ടി സിദ്ദീഖ് സേട്ടുവിന് ഈ പത്രത്തിൽ എഴുതി കൊടുക്കുന്നത്. അങ്ങനെയാണ് സിദ്ദീഖ് സേട്ടുവിന് 1950 കിട്ടുന്നത്. കേട്ടല്ലോ, ഈ മുഹമ്മദ് സിദ്ദീഖിന്റെ കസ്റ്റഡിയിലാണല്ലോ ഈ പെൺകുട്ടി ഉള്ളത്. കോർട്ടാണ് കസ്റ്റഡി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് സിദ്ദീഖ് പെൺകുട്ടിയുടെ ദേ എന്റെ സ്വത്തൊക്കെ തട്ടിയെടുക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് വന്നത്. അങ്ങനെ നിലവിളിച്ചിട്ട് വരേണ്ട വല്ല ആവശ്യവുമുണ്ടോ? കാരണം കോർട്ടിൽ നിന്ന് കസ്റ്റഡിയനായിട്ട് ഏൽപ്പിക്കുന്ന സമയത്ത് കെട്ടുകണക്കിന് പേപ്പറുകളിൽ ഒപ്പിടണം. അതിൽ ഈ പെൺകുട്ടിയുടെ ആധാരങ്ങളിലൊക്കെ ഉണ്ട്. സർവേ നമ്പർ പറയുന്നത് ഇത്ര സെന്റ്, ഇത്ര ലിങ്ക് ഭൂമി, അതൊക്കെ ഈ മുഹമ്മദ് സിദ്ദീഖ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കുട്ടി പ്രായപൂർത്തിയാവുന്ന സമയത്ത് ഇത്രയും സ്ഥലങ്ങളും ഈ ആധാരങ്ങളും കോർട്ടിൽ തിരിച്ചേൽപ്പിക്കണം. ഒരാൾക്കും തട്ടിയെടുക്കാൻ പറ്റുകയില്ല. വിവരം വേണ്ട ഈ സ്ത്രീക്ക്. എന്നാൽ ഈ വീട്ടിലേക്ക് വന്നു എന്നുള്ളതൊരു സത്യമാണ്. എന്തിനാ വന്നതെന്നറിയാമോ? അന്ന് പെരുന്നാളായിരുന്നു. നല്ല പുതിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഈ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരുന്നത് അവരുടെ പിതാവ്, മരിച്ചുപോയ പിതാവ് മൂസായുടെ സഹോദരി ജിംബുബായി അവിടെ ഉണ്ട്. അത് ഇവര് പൊക്കു എന്ന് വിളിക്കും. അതേപോലെ തന്നെ അവരുടെ ഭർത്താവ് മുഹമ്മദ് കാസം. ഈ മുഹമ്മദ് കാസം എന്ന് പറയുന്നത് ഷംഷാദിന്റെ പിതാവിന്റെ ചേട്ടൻ. അപ്പോൾ ഇവരുടെ കൈ മുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതൊരു ചടങ്ങാണ്. ഈ കച്ചിക്കാരുടെ ഒരു ചടങ്ങുണ്ട്. അവരുടെ വലിയ വലിയ ആൾക്കാരുടെ അമ്മാവന്മാരെയും അമ്മായിമാരെയും ഗ്രാൻഡ് ഫാദറേയും ഗ്രാൻഡ് മദറിന്റെയും ഒക്കെ വീടുകളിൽ സന്ദർശിച്ചിട്ട് അവരെ കൈമുത്തും. അപ്പൊ ഇവർ കുട്ടികൾക്ക് കൈമടക്കം കൊടുക്കും, പൈസ കൊടുക്കും. ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ ആമിനാബായി
ഈ കാണിച്ചിട്ടുള്ള വീട്ടിലേക്ക് വന്നത്. അത് വന്നു കഴിഞ്ഞപ്പോൾ ഈ മുഹമ്മദ് കാസം എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ഒരു വലിയ ഫ്രോഡായിരുന്നു. കുതിരപ്പഞ്ചായത്തിൽ പോയിട്ട് പൈസ ഇട്ടിട്ട് എല്ലാം കുടുംബം തറവാട് കുടുംബമാക്കിയ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അതിന്റെ സഹോദരനാണ് ഷംഷാദിന്റെ വാപ്പ മുഹമ്മദ് ഹുസൈൻ. ഈ മുഹമ്മദ് കാസം കച്ചി മേനൻ കമ്മ്യൂണിറ്റി ഇദ്ദേഹത്തെ മമ്മാസേട്ടെന്ന് വിളിക്കുക. മമ്മാസേട്ടി പെൺകുട്ടിയോട് പറഞ്ഞു, നീ ഇവിടെ നിന്നോ, നീ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അവിടെ നിർത്തി. ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ സമ്മതിക്കുകയും ചെയ്തു. കാരണം എന്തെന്നാൽ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി അവിടെ വേറെ ഉണ്ട്, മമ്മാസേട്ടിന്റെ മോളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പെൺകുട്ടി അവിടെ താമസിച്ചു. ഇതിന് ഈ ഷംഷാദ് കൊടുത്തുള്ള തിരക്കഥ കണ്ടോ? കരഞ്ഞ് നിലോളിച്ചോടി വന്നു, എന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ പോകുന്നു. അങ്ങനെ ഈ മുഹമ്മദ് സിദ്ദീഖ് പറഞ്ഞു, ഈ കുട്ടീനെ അവിടെ നിർത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന സ്വത്തുക്കളൊക്കെ തരണം എന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഈ സ്വത്ത് ഉണ്ടാക്കിയെടുത്തിട്ട്. കേൾക്കാം. ആമിന ഉള്ളത് പൊപ്പായ എന്റെ അപ്പന്റെ സഹോദരന്റെ അടുത്ത് വന്നപ്പോൾ ഈ കുട്ടിയെ രണ്ടാമത് തിരിച്ചു കിട്ടാൻ വേണ്ടി എന്നിട്ട് ഒരു വാഗ്ദാനം ചെയ്ത് ഒരു കരാറാക്കി. അതായത് ഈ കുട്ടിയെ നിങ്ങൾ എടുത്തോ, ഈ പെൺകുട്ടീനെ നിങ്ങൾ വളർത്തിക്കോ, ഞാൻ ഇനി ചെയ്യുന്നില്ല, കെയർ ടേക്കറായിട്ട് ഇരിക്കുന്നില്ല, എനിക്ക് മുൻപത്തെ സ്വത്ത് എനിക്ക് വിലക്ക് തന്നാം എന്ന് പറഞ്ഞു വന്നു. കുട്ടിയെ, ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി, ആ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടിക്കാൻ വേണ്ടി, അതായത് ഈ പൊപ്പായും പൊപ്പിയായ ജുംബുബായും മുഹമ്മദ് കാസം സേട്ടും കൂടി രക്ഷയ്ക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുത്ത ആധാരമാണ്. കേട്ടില്ലേ? ഇപ്പൊ പുതിയ തിരക്കഥയാണ്. ഈ പെൺകുട്ടിയെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് 400 ഏക്കർ തരണം. ഇത് എവിടെ നിന്നാണ് ഈ കഥകളൊക്കെ ഉണ്ടാക്കുന്നത്? ഇതൊക്കെ സിനിമാ കഥ. ഞാൻ പറഞ്ഞില്ലേ, ഇവർ സിനിമാ കഥ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതിലെ തിരക്കഥയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നിലോളിച്ച് വന്നു കയറി എന്ന് പറഞ്ഞതിന്റെ ബാക്കി ഭാഗം നിങ്ങൾക്കറിയാമോ? ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഷംഷാദ് പറഞ്ഞത്, നിലോളിച്ച് വന്നു കയറിയതിനു ശേഷം അതിനെ തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് സിദ്ദീഖ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് 404 ഏക്കർ സ്ഥലം വാങ്ങിച്ചു എന്നാണല്ലോ പറയുന്നത്. പക്ഷെ അതിന്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്. ഈ സ്ത്രീ പറഞ്ഞ മുഴുവൻ കളവാണ്. ആക്ച്വലി സംഭവിച്ചത് എന്തെന്നാൽ, ഈ പറഞ്ഞിട്ടുള്ള മുഹമ്മദ് കാസമിന് ഇതേ പ്രായത്തിലുള്ള ഒരു മകളുണ്ട്. ആമിന ബായിയുടെ പ്രായത്തിലുള്ള ഒരു മകളുണ്ട്. അവർ രണ്ടുപേരും കൂട്ടുകാരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് കാസം എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, ഓക്കെ നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. ജിംബുബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആമിനായുടെ പിതാവിന്റെ സഹോദരിക്കും ഈ കുട്ടിയെ വളരെ ഇഷ്ടമായിരുന്നു. നീ നിന്നോ എന്ന് സമ്മതിച്ചു. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള മുഹമ്മദ് കാസം അദ്ദേഹം ഒരു ഫ്രോഡായിരുന്നു. അദ്ദേഹത്തിന് പൈസ വേണം. അതിന് ഈ പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഏക്കർ സ്വത്തുണ്ട്. ആ സ്വത്തിൽ നിന്ന് നാളികേര ഇനത്തിൽ നല്ല വരുമാനമുണ്ട്. ആ വരുമാനമാണ് ഇദ്ദേഹത്തിന്റെ കണ്ണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടിയെ അവിടെ നിർത്തി വളർത്തി വലുതാക്കി. ഇദ്ദേഹത്തിന്റെ മകൾ, മുഹമ്മദ് കാസത്തിന്റെ മകളെയും ആമിനായെയും ഒരേ സമയത്താണ് വിവാഹം കഴിപ്പിച്ചയക്കുന്നത്. ആമിനായെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത് മൈസൂർ ബാബ എന്ന് പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തി കല്യാണം കഴിഞ്ഞ് കുറച്ച് നാള് ഗർജമായി ആയിട്ട് വീട്ടിലെ മരുമോനായിട്ട് അവിടെ കൂടി. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പൈസക്കാരനായിരുന്നു, ബിസിനസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ പോകാൻ നേരത്ത് ആമിനാബായിയെയും കൊണ്ട് മൈസൂർ ബാബ മൈസൂരിലേക്ക് പോകുന്ന സമയത്ത് ആമിനാബായി അവരുടെ സ്വർണങ്ങൾ ആവശ്യപ്പെട്ടു. കാരണം അവര് ജ്വല്ലറിയിൽ പോയിട്ട് അന്ന് തട്ടാന്റെ അടുത്ത് പോയി പറഞ്ഞ് പണിയിപ്പിക്കുന്ന കാലാണ്. അങ്ങനെ പറഞ്ഞ് പണിയിപ്പിച്ചിട്ടുണ്ടാക്കിയിരുന്ന 100 കണക്കിന് പവൻ സ്വർണമുണ്ട്. അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ മുഹമ്മദ് കാസം എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ്, ഓ ഇവിടെ ബല്ലടാ തേക്കണേ, ആ ഒസിയച്ചോ, അത് ഇവിടെ ഇരുന്നോട്ടെ, നീ പോയിട്ട് വാ എന്നാണ് പറഞ്ഞത്. കൊടുത്തില്ല സ്വർണം. അപ്പോൾ ഈ ആമിനാബായി ഭർത്താവിനോട്, പുതിയതായിട്ട് വിവാഹം കഴിച്ചിട്ടുള്ള ഭർത്താവിനോട് പറയുകയാണ്, മൂഞ്ച സോനായസം മുഖപ്പെ, എന്റെ സ്വർണം എനിക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മൈസൂർ ബാബ മുഹമ്മദ് കാസത്തിനോട് പറഞ്ഞു, ആ പെങ്ങളോട് സ്വർണ്ണം കൊടുത്തേക്കെന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല, അത് ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഈ മൈസൂർ ബാബ കയ്യങ്ങനെ നീട്ടിയിട്ട് ഒന്നങ്ങോട്ട് കൊടുത്ത് ചെവിടിന്റെ താഴെ. ഈ മുഹമ്മദ് കാസം ഇങ്ങനെ വട്ടം കറങ്ങി. ആ കറക്കത്തിൽ നേരെ റൂമിന്റെ അകത്തേക്ക് പോയിട്ട് സഞ്ചിയിലാക്കിയിട്ട് 100 കണക്കിന് പവൻ സ്വർണം കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്തു. ഇത്രയും ഫ്രോഡാണ് ഈ ഷംഷാദിന്റെ ബാപ്പയും ബാപ്പന്റെ സഹോദരനും. പക്ക ഫ്രോഡാണ്. ആ ഫ്രോഡ് രക്തത്തിൽ ജനിച്ചതാണ് ഈ ഷംഷാദ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫ്രോഡായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഷംഷാദ് മുഹമ്മദത്തിൽ എന്ന് പറയുന്നത്. ഇവർക്ക് ശരിയായിട്ടുള്ള ചികിത്സ ആവശ്യമുണ്ട്. ഇവര് വേണ്ട സമയത്ത് വിവാഹം കഴിക്കാതെ ഇരുന്നോരോന്നിങ്ങനെ ചിന്തിച്ച് തലമറിഞ്ഞു പോയവർ. ഇവർക്ക് നല്ലൊരു മാനസിക ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചികിത്സിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖം പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ റോട്ടിൽ ഇറങ്ങി സംസാരിക്കാനും തുടങ്ങും. ഇപ്പോൾ ചാനലിന്റെ മുമ്പിൽ മാത്രമാണ് സംസാരിക്കുന്നത്. എനിക്ക് സത്യം
പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ ദുഃഖമുണ്ട് എനിക്ക്. എന്റെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള, എന്റെ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ച് തന്നെ എനിക്ക് ദുഷിച്ച് പറയേണ്ടി വരുന്നു. കാരണം അതിന് കാരണം ഈ ശംഷാദാണ്. അത് ശംഷാദ് മനസ്സിലാക്കുക. ഇല്ലേ? ഇനി വേറെ രസം കേൾക്കണം. ഇവരുടെ വിവരക്കുറവിന്റെ, നമ്മൾ പറയല്ലേ, വിവരക്കേട് നിനക്ക് കയ്യും കാലും മുളച്ചതാണോ ശംഷാദ് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. എന്താണെന്നറിയാമോ? 1950 വഖഫ് ചെയ്യുന്നത്. ഇവർ പറഞ്ഞത് എന്താണ്? എന്തിനാ വഖഫ് ചെയ്തതെന്നറിയാമോ? ഭയങ്കര അറിവാളിയാണ് ഇവര് പറഞ്ഞത് എന്തെന്നാൽ, ഭൂപരിഷ്കരണ നിയമം വരാൻ പോകുന്നു. അപ്പോൾ ഈ സ്വത്തൊക്കെ അടിച്ചുകൊണ്ട് പോകും സർക്കാർ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാറൂഖ് കോളേജിന്റെ മേൽ കെട്ടിവെച്ചു. അങ്ങനെയാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണ് സിദ്ദീഖ് സേട്ടുവിന് 1950 കിട്ടുന്നത്. സിദ്ദീഖ് സേട്ടു ഗവൺമെന്റിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വഖഫ് ആധാരം ചെയ്തത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭൂപരിഷ്കരണ നിയമം വന്നാൽ അന്നത്തെ കാലത്തെ ഗവൺമെന്റ് ആയ നമ്മുടെ EMS സാറും ഗൗരിയമ്മ സാർ ഇയാളെ ശരിക്കും പിടിക്കും എന്നറിയാം. അപ്പൊ എന്ത് ചെയ്ത്, ഈ ഭൂമിയെല്ലാം ഒക്കെ ഫാറൂഖ് കോളേജിന്റെ പെരടിക്ക് വെച്ചിട്ട്, അന്ന് പല പണ്ഡിതന്മാരും അത് ഉണ്ടായിരുന്നു. അതായത് സീതി സാഹിബ്, ഇബ്രാഹിം സുലൈമാൻ സെട്ട്, സാലം മുഹമ്മദ് സെട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ കൊട്ടയുടെ താഴത്ത് കൊണ്ടുപോയിട്ട് ഈ ആധാരം വെച്ച് കഴിഞ്ഞാൽ, അത് കൊട്ട കൊണ്ടിട്ട് മൂടിക്കളഞ്ഞാൽ ഇവരെല്ലാം കയറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്നിട്ട് രക്ഷ കിട്ടുമെന്ന് കരുതിയാണ് ഈ സിദ്ദീഖ് സേട്ടു ഇതുപോലെ ഒരു പ്രമാണം ഫാറൂഖ് കോളേജിന് കൊടുത്തത്. ഫാറൂഖ് കോളേജിന്റെ കയ്യിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ദീഖ് സേട്ടുവിന്റെ ഗവൺമെന്റിൽ നിന്ന് രക്ഷ നേടാം. കേട്ടല്ലോ ശംഷാദ് പറയുന്നത്. 1950 മുഹമ്മദ് സിദ്ദീഖ് ഈ വഖഫ് ആധാരം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് വഹി വന്നെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. 1967 ഭൂപരിഷ്കരണ നിയമം വരുന്നത്. അവിടെ നിന്ന് 17 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇവർ പറയുന്നത് 17 വർഷങ്ങൾക്ക് ശേഷം ഭൂപരിഷ്കരണ നിയമം വരാൻ പോകുന്നു, അപ്പോൾ ഈ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടുമെന്നതുകൊണ്ട് ഫാറൂഖ് കോളേജിന് കൊടുത്തു. എന്നിട്ട് അതിനെ ചാനലുകാർ അംഗീകരിച്ചുകൊണ്ട് അവരതിനെ എടുത്തു പറയുന്നു. നിർണായകമായ വിവരങ്ങളാണ് അബ്ദുൽ സത്താർ ഹാജി മൂസായുടെ ചെറുമകൾ പുറത്താക്കിയിരിക്കുന്നത്. ഗുരുതരമായ വെളിപ്പെടുത്തൽ തന്നെയാണ് ഷംസാദ് ഹുസൈൻ ജനൻ ടിവിയോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മുനമ്പം വഖഫ് ക്രമക്കേട്, ഭൂമി വിൽപ്പനയിൽ ക്രമക്കേട് ഉണ്ടായെന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. ജിജീഷ്, ഈ ഷംസാദ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം ഈ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ ഈ ഭൂമി ഒരിക്കലും സർക്കാരിലേക്ക് പോകരുത് എന്നുള്ള ഉദ്ദേശം ഇതിന് പിന്നിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ വിവരമില്ലാത്ത സംഗീത ചാനലുകാര് ഈ വിവരമില്ലാത്ത സ്ത്രീയെ കൊണ്ട് നടന്നുകൊണ്ട് എന്തിനു വെറുതെ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്നേഹം വളർത്തുക, സ്നേഹമായിട്ട് പറയുക.